ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ടേസ്റ്റിലൊരു ഈത്തപ്പഴ അച്ചാറാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത്. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴ അച്ചാറാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും, തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, അതൊന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഞാനൊരു വലിയൊരു നാരങ്ങ സൈസിലുള്ള പുളിയാണ് എടുത്തിട്ട് ഉരുട്ട് നോക്കുമ്പോൾ അത്രയും വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഈ പുളിക്ക് പകരമായിട്ട് നമുക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം, പക്ഷേ വിനാഗിരിയിലേറെ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പുളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ഈത്തപ്പഴം ഉണ്ടാവും. അതിൻ്റെ കുരു കളഞ്ഞ ശേഷം 300 ഗ്രാം എന്ന് പറഞ്ഞത്. കുരുവൊക്കെ കളഞ്ഞ് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഈത്തപ്പഴം 2 പീസാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു വലിയ തുടം വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ട് ഒന്നിനെ പകുതിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, ഒന്നിനെ പകുതിയാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും, പിന്നെ വലിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ പുളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ കറിവേപ്പിലയും വേണം. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചൂട് കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് കടുകെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. നിങ്ങൾ അച്ചാറിന് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യാറ്. പിന്നെ അതിലേക്കൊരു 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് 2 നുള്ള് ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉലുവൻ്റെ പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ ഉലുവ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 നുള്ള് ഉലുവ കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാൻ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്തേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ 2-3 വറ്റൽമുളകൊക്കെ നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തിന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് കരിയാതെ നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒരു കളറ് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണ് നോർമലായിട്ടുള്ള എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ചാണ്. നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിലൊക്കെ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ പുളി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരിക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാത്തിലേക്കും വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് 2 മിനിറ്റൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഈ ഒരു ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം കഴുകിയിട്ട് കുരു കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഇതും ഈത്തപ്പഴത്തിലേക്ക് എത്തുന്ന വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചുടുവെള്ളം ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ അച്ചാറിൻ്റെ ഗ്രേവി വേണ്ട അതിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര കുറച്ച് ചീകിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതെന്തിനാന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, പക്ഷേ അത് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. എന്താ ഈത്തപ്പഴം മധുരമാണ്, പിന്നെ എന്തിനാ പഞ്ചസാര എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് ചേർത്ത് നോക്കിയിട്ടൊന്ന് എന്തായാലും തയ്യാറാക്കി നോക്കുക, അടിപൊളിയാണ്.
പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ആകുന്നവരെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് അത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇത്രയും തിക്നെസ്സോട് കൂടിയാണ് ഈ അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴ അച്ചാർ. അപ്പോൾ എനിക്ക് എന്താ പറയുക, പേഴ്സണലി മധുരമുള്ള അച്ചാറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്